ഹിന്ദു പെൺകുട്ടിയെ മതപരിവർത്തനം നടത്തി ബലപ്രയോഗത്തിലൂടെ ബീഫ് കഴിപ്പിക്കുക, 1/4 നൂറ്റാണ്ടിനകം ഇന്ത്യ ഒരു ഇസ്ലാമിക രാഷ്ട്രമാകുമെന്ന് പ്രഖ്യാപിക്കുക, ഇങ്ങനെ കടുത്ത വർഗീയ രംഗങ്ങളും സംഭാഷണങ്ങളുമെല്ലാമായി വിവാദ ചിത്രം കേരള സ്റ്റോറിയുടെ 2ാം ഭാഗം ദി കേരള സ്റ്റോറി 2 ഗോസ് ബിയോണ്ട് റിലീസിനൊരുങ്ങുകയാണ്. കേരളത്തിൽ നടക്കുന്നത് എന്ന രീതിയിൽ ചിത്രത്തിൻ്റെ ട്രെയിലറിൽ കാണിച്ചിരിക്കുന്ന രംഗങ്ങളൊന്നും കേരളീയരുടെ അനുഭവ പരിസരത്ത് പോലും ഇല്ലാത്തവയാണ്. ഇതേത് കേരളം എന്നാണ് അന്തം വിടുന്ന മലയാളികളുടെ കമൻറ്റുകൾ. ചിത്രത്തിൻ്റെ ട്രെയിലറിന് താഴെ ഈ കമൻറ്റുകൾ വന്ന് നിറയുകയാണ്. മുസ്ലിം വിരുദ്ധതയിൽ ആദ്യ ഭാഗത്തെ കവച്ചു വെക്കുന്നതാകും കേരള സ്റ്റോറി 2ാം ഭാഗം എന്നുറപ്പാണ്. പച്ചയ്ക്ക് വർഗീയത തുപ്പുന്ന ഈ സിനിമ ഒരു സെൻസർ കട്ടുകളുമില്ലാതെ ഫെബ്രുവരി 27-ന് തിയേറ്ററുകളിലെത്തും. വർഗീയ വിഷം വിളമ്പുകയാണ് ട്രെയിലർ. 25 വർഷത്തിനകം ഭാരതം ഇസ്ലാമിക സ്റ്റേറ്റായി മാറും, ശരീഅത്ത് നിയമം നടപ്പിലാക്കും എന്നാണ് ഈ ട്രെയിലറിലുള്ള ഒരു സംഗതി. ലക്ഷ്യം ഹിന്ദു പെൺകുട്ടികളുടെ മതപരിവർത്തനം എന്ന് മുസ്ലിം പുരോഹിതർ പറയുന്ന ഭാഗം ട്രെയിലറിലുണ്ട്. 4 ഹിന്ദു പെൺകുട്ടികൾ വീട്ടുകാരെ എതിർത്ത് മുസ്ലിം യുവാക്കളെ വിവാഹം ചെയ്യുന്നതാണ് ഉള്ളടക്കം എന്ന് കാണുന്നു. വിവാഹശേഷം ഭർത്താവിൽ നിന്നും അവരുടെ കുടുംബത്തിൽ നിന്നും വലിയ ക്രൂരത നേരിടുന്നു എന്നതാണ് അതിൽ കാണിക്കുന്നത്. ഒരു പെൺകുട്ടിയെ ബലപ്രയോഗത്തിലൂടെ ബീഫ് കഴിപ്പിക്കുന്നതാണ് ചിത്രീകരണം. ഇതിനകം വലിയ ട്രോളുകൾക്ക് കാരണമായിട്ടുണ്ട്. പണം വാങ്ങി ഭർത്താവും കുടുംബവും പെൺകുട്ടിയെ പലർക്കും കാഴ്ചവെക്കുന്നതും ട്രെയിലറിൽ നമുക്ക് കാണാം. ചിത്രത്തിൻ്റെ ട്രെയിലറിന് താഴെ ഇതേത് കേരളമാണ് എന്ന കമൻറ്റുകളും സോഷ്യൽ മീഡിയയിൽ ട്രോളുകളും ഉണ്ടായിട്ടുണ്ട്. പൊറോട്ട ഇല്ലാതെ ബീഫ് നൽകുന്നത് നീതികേടാണെന്ന കമൻറ്റുകളും സോഷ്യൽ മീഡിയ ട്രോളുകളും ആ നിലക്ക് അങ്ങനെയും കാണുന്നുണ്ട്. ബീഫ് കറിയുണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി വരെ കമൻറ്റ് ചെയ്യുകയാണ് പലയിടത്തും മലയാളികൾ. അതിൻ്റെ താഴെ, ഈ ട്രെയിലറിന് താഴെ IAS ഓഫീസറാകാൻ ആഗ്രഹിക്കുന്ന കേരളത്തിൽ നിന്നുള്ള സുരേഖ നായരാണ് ഒരു കഥാപാത്രം എന്ന് കാണുന്നു. ജാവലിൻ ത്രോ കായിക താരമായ മധ്യപ്രദേശിലുള്ള നേഹ സന്താണ് മറ്റൊരു കഥാപാത്രം. ഇൻഫ്ലുവൻസറാകാൻ ആഗ്രഹിക്കുന്ന രാജസ്ഥാനിൽ നിന്നുള്ള ഡാൻസർ ദിവ്യ പലിവാൾ മറ്റൊരു കഥാപാത്രമായിട്ട് അതിനകത്തുണ്ട്. മുസ്ലിം യുവാക്കളുടെ കെണിയിൽ വീണ് 3 പേരുടെയും ജീവിതം നശിച്ചു എന്നാണ് ചിത്രീകരിക്കുന്ന സിനിമ. നമുക്കറിയാം, അത് അങ്ങനെയാണ് അതിൻ്റെ തീം. സുദീപ്തോ സെൻ സംവിധാനം ചെയ്ത ആദ്യ ഭാഗം ദി കേരള സ്റ്റോറി റിലീസ് ചെയ്ത് 2023 മെയ് 5-ാം തീയതി ആയിരുന്നു. കേരളത്തിൽ നിന്നുള്ള മതപരിവർത്തനവും ISIS റിക്രൂട്ട്മെൻറ്റുമായിരുന്നു ചിത്രത്തിലെ പ്രമേയം. നഴ്സിംഗ് പഠിക്കാൻ കാസർഗോഡ് എത്തുന്ന ശാലിനി ഉണ്ണികൃഷ്ണൻ്റെയും സുഹൃത്തുക്കളുടെയും കഥയാണത്. അങ്ങനെയാണ് പറയേണ്ട ആ പേര്. ശാലിനി ഉണ്ണികൃഷ്ണൻ ഫാത്തിമയായി മാറുന്നതും തുടർ സംഭവ വികാസങ്ങളുമാണ് ചിത്രത്തിൽ ഉള്ളത്. കേരളത്തിലെ ഇൻ്റർ റിലീജിയസ് വിവാഹങ്ങളെല്ലാം ജിഹാദി വിവാഹങ്ങളാണ് എന്ന പ്രചാരണമാണ് അതിനകത്ത് ഈ പ്രോപ്പഗൻഡ സിനിമയിലാകെ തന്നെ ഉണ്ടായിരുന്നത്. 32,000 പെൺകുട്ടികൾ കേരളത്തിൽ നിന്ന് ISൽ ചേർന്നുവെന്ന ടീസറിലെ ഭാഗം അന്ന് വിവാദമായിരുന്നു. പിന്നീട് ചിത്രത്തിലൂടെ മികച്ച സംവിധായകനുള്ള ദേശീയ അവാർഡ് സുദീപ്തോ സെൻ സ്വന്തമാക്കുകയും ചെയ്തു. ഈ ചിത്രത്തിലൂടെ പ്രോപ്പഗൻഡ ചിത്രത്തിന് ദേശീയ അവാർഡ് നൽകിയത് വലിയ വിവാദം അന്നുണ്ടായിരുന്നു. നമുക്കെല്ലാവർക്കും ഓർമ്മയുള്ള കാര്യങ്ങളാണ് ഇവയെല്ലാം. കേരള സ്റ്റോറിക്കെതിരെ മുഖ്യമന്ത്രി രംഗത്തെത്തി. വിദ്വേഷം പടർത്തുന്ന വിഷസൃഷ്ടികൾക്ക് അനുമതി ലഭിക്കുന്നത് ആശ്ചര്യകരമാണ് എന്ന് പിണറായി വിജയൻ അല്പം മുമ്പ് പ്രതികരിച്ചു. മതേതരത്വം ഉയർത്തിപ്പിടിക്കുന്ന കേരള മാതൃകയെ ഭയപ്പെടുന്നവരാണ് അണിയറക്കാർ എന്ന് അദ്ദേഹം ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ പറയുന്നു. ഇത്രയുമാണ് ഹർഷമുള്ളത്. ഇതിനകത്ത് നമ്മൾ ആദ്യത്തെ കാര്യങ്ങൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. നമ്മൾ മാത്രമല്ല, കേരളം തന്നെ ചർച്ച ചെയ്യുകയും ചിരിക്കുകയും പരിഹസിക്കുകയും ചെയ്തതാണ്. ഇതിനകത്ത് രണ്ടിലുള്ളൊരു കോമൺ തീമായിട്ട് എനിക്ക് തോന്നുന്നത് കേരളത്തിലെ പെൺകുട്ടികൾ, ഹിന്ദു പെൺകുട്ടികൾ മഹാമണ്ടികളാണ് ഇന്ന്. അതായത് IASന് പഠിക്കാൻ പോകുന്ന ആളുകൾക്ക് പോലും മനുഷ്യരെ തിരിച്ചറിയാൻ കഴിയില്ലാത്ത വിധം വിവരമില്ലാത്ത ആളുകളാണ് എന്ന് ഹിന്ദു പെൺകുട്ടികളെ ചിത്രീകരിച്ചിരിക്കുന്നു എന്ന വിമർശനം കൂടെ ഞാൻ പലയിടത്ത് കണ്ടു. അതാണ് ഇതിൽ പ്രധാനമായും അതാണ്. ഇവിടെ ഈ കേരളത്തിൽ ജീവിക്കുന്ന മനുഷ്യനെ വല്ലാതെ പരിഹസിക്കുന്ന രീതിയിലാണ് ഈ സിനിമ ഒരുക്കുന്നത്. ആദ്യ സിനിമയിലും അതുതന്നെയായിരുന്നു ചെയ്തിരുന്നത്. എനിക്കതിനകത്ത് സങ്കടമുള്ള കാര്യം, ആദ്യത്തെ സിനിമയെക്കുറിച്ച് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞത് ഭീകരവാദത്തിൻ്റെ ഫലങ്ങൾ വെളിപ്പെടുത്തുന്ന ഒരു സിനിമയാണ് എന്നാണ്. JP നദ്ദ പറഞ്ഞത് ഇത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പ്രത്യേക പ്രദർശനം സംഘടിപ്പിക്കുകയും ഹിന്ദു പെൺകുട്ടികൾക്ക് പ്രത്യേകം വന്ന് കാണാനുള്ള അവസരം ഒരുക്കുകയും ചെയ്തു. ഹിന്ദു പെൺകുട്ടികളെ ഇത്രയും വിശ്വാസം ഇല്ലാത്തവരും അല്ലെങ്കിൽ ഇത്രയും സനീഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിവരമില്ലാത്തവരുമായിട്ടാണോ കണക്കാക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ സങ്കടം. ഇത് ആൺകുട്ടികളെ കാണിക്കാൻ വയ്യ. എപ്പോഴും ഇതെന്താണ്, പെൺകുട്ടികളെ വിവാഹം കഴിച്ചാൽ മാത്രമാണ് ഇത് ജിഹാദായി മാറുക, അല്ലെങ്കിൽ ഇത്തരം ഒരു തട്ടിക്കൊണ്ടുപോകലായി മാറുക. ഒരു മുസ്ലിം പെൺകുട്ടിയെ ഒരു ഹിന്ദു യുവാവ് കല്യാണം കഴിച്ചാൽ അപ്പോൾ അത് ജിഹാദായി മാറുന്നില്ല. അതാണ് അതിനകത്തുള്ള ഏറ്റവും വലിയ തമാശ. പിന്നെ അതുപോലെ തന്നെ സ്മൃതി ഇറാനി പറഞ്ഞത് ഇതൊരു വിളിച്ചുണർത്തലാണ് എന്നുള്ളതാണ് സ്മൃതി ഇറാനി പറഞ്ഞത്. അതുപോലെ അനുരാഗ് ഠാക്കൂർ പറഞ്ഞത് ഇതിനെ എതിർക്കുന്ന സംസ്ഥാനങ്ങൾ ഈ ഭീകരവാദികളോട് അനുഭാവം പുലർത്തുന്നവരാണ് എന്നുള്ള കടന്നു പറച്ചില്ല അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഹരിയാന, ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങൾ ഇതിനെ ടാക്സ് ഫ്രീ ആക്കി കൊടുത്തു കഴിഞ്ഞ തവണ കേരള സ്റ്റോറി. ഒറ്റ കാര്യമുള്ളൂ, കേരള സ്റ്റോറി. അതിൽ പല കാര്യങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ കേരളം ആണ് കേരളത്തെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്.
കേരളം മൊത്തം കുഴപ്പമാണ്, കേരളത്തിൽ ഇങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ആവർത്തിച്ച് പറയുന്നത്. കർണാടക തെരഞ്ഞെടുപ്പിൽ അപ്പുറത്ത് കേരളത്തിൽ കുഴപ്പമാണ് കേട്ടോ എന്നുള്ളത് ആവർത്തിച്ച് പറഞ്ഞാണ് അവിടെ പ്രചാരണം നടത്തിയത്. അപ്പോൾ ആ നിലയ്ക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് കൂടിയുള്ള ഉപാധിയായാണ് ഈ കേരള സ്റ്റോറി എന്നുള്ള ഒന്നാം ഭാഗത്തെ കണ്ടത്. രണ്ടാം ഭാഗത്തേക്ക് വരുമ്പോൾ ആദ്യത്തേത് തന്നെ കേരളം ചിരിച്ചു തള്ളി. ആകെപ്പാടെ ഇവിടെ കുറച്ച് പള്ളിയിലച്ചന്മാർക്ക് മാത്രമാണ് അത് ഗൗരവമുള്ള വിഷയമായിട്ട് തോന്നിയത്. അവർ പിള്ളേരെയൊക്കെ വിളിച്ച് കാണിച്ചു കൊടുക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അല്ലാതെ ആരെങ്കിലും കേരളത്തിൽ കണ്ടു. പക്ഷേ ഭയാനകമായ കാര്യം, അത് ദേശീയ തലത്തിൽ സൂപ്പർ ഹിറ്റായി. കേരളത്തിന് വെളിയിൽ അത് വലിയ ഹിറ്റായി. കേരളത്തിനെതിരെയുള്ള ഈ ഹേറ്റ് ഉണ്ടല്ലോ, അതായത് കേരളത്തെ ഇന്ത്യയുടെ ഒരു പൊതുചിത്രത്തിൽ നിന്ന് മാറ്റി നിർത്തുന്ന തരത്തിലുള്ള ഒരു ഇടപെടൽ ആ നിലയ്ക്ക് ഉണ്ടായി എന്നുള്ളതാണ് സങ്കടകരം. അതിൽ ഈ രാഷ്ട്രീയ നേതൃത്വങ്ങളടക്കം BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരടക്കം ഭരണകൂടമടക്കം പങ്കാളികളായി എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് വലിയ സങ്കടമുള്ള കാര്യമാണ്. അതുമാത്രമല്ല, ഇത് ടാക്സ് ഫ്രീ ആക്കി കൊടുക്കുക മാത്രമല്ല, അതിന് ദേശീയ അവാർഡുകൾ നൽകി ആദരിച്ചു ആ സിനിമയെ. ഇത്രയും വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സിനിമയെ, ഒരു ജനസമൂഹത്തെ മൊത്തം അധിക്ഷേപിക്കുന്ന സിനിമയെ ആ നിലയ്ക്ക് ആദരിക്കുന്ന സ്ഥിതിവിശേഷം കൂടി ഉണ്ടായി. രണ്ടാമത്തെ സിനിമ വരുന്നുണ്ട്, ഇതിന് അതിനേക്കാൾ കൂടുതൽ വല്ല അവാർഡും കിട്ടുമായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് ഏറ്റവും വലിയ തമാശയുള്ള കാര്യം, അതായത് IAS പഠിക്കാൻ പോയ കൊച്ചിൻ്റെ വായിൽ ബീഫ് തിരികെ കൊടുക്കുന്ന സീനാണ് നമ്മളിപ്പോൾ ട്രെയിലറിൽ നിന്ന് മാത്രം കാണുന്നത്. ഇതിനേക്കാൾ വഷള സീനുകൾ ഇതിനകത്തുണ്ടാകും എന്നുള്ള കാര്യത്തില്ല. ഒരു വഷളൻ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണമെങ്കിൽ പോയി കാണാമെന്നുള്ളതല്ലാതെ കേരളത്തിലാരും കാണില്ല. പക്ഷേ ഇപ്പോഴും ഇപ്പോൾ എനിക്ക് കുറച്ച് ആശ്വാസമുണ്ട്. കാരണം ഒന്നാമത്തെ കേരള സ്റ്റോറിക്ക് ശേഷം സംഭവിച്ചെന്താ, നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന ധാരാളം വിനോദസഞ്ചാരികൾ വ്ളോഗ് സജീവമായതുകൊണ്ട് തന്നെ അവരെല്ലാവരും കേരളം ഇങ്ങനെ ഒരു സംഗതി അല്ല എന്നുള്ളത് പലതരത്തിൽ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്, കേരളത്തിന് വെളിയിലേക്ക് പറയാൻ ശ്രമിച്ചു. അപ്പോൾ ഇത് മറ്റേ കുടം കമത്തി വെച്ചിട്ട് അതിന് മുകളിൽ വെള്ളം കോരി ഒഴിക്കുന്നത് പോലെയായി. ഇതിൻ്റെ നിർമ്മാതാവിനും സംവിധാനവും ഒക്കെ കാശ് കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ ബാക്കി ഈ പ്രത്യയശാസ്ത്ര പദ്ധതി എന്നുള്ള നിലയ്ക്ക് അത് പരാജയമായിരുന്നു എന്ന് വേണം കരുതാൻ. രണ്ടാമത്തെ സിനിമ വരുമ്പോൾ എന്താണ് കാര്യം എന്നറിയോ, ഇങ്ങനെയല്ല ബീഫ് കഴിക്കേണ്ടതെന്നുള്ളത് നമ്മളാരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ നോർത്ത് ഇന്ത്യൻസിനൊക്കെ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർക്കുള്ളത് ഒക്കെ മനസ്സിലാകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിലെനിക്ക് പക്ഷേ ഈ പറയുന്നത് പോലെ ഇതിനെതിരെ വ്യാപകമായി ട്രോളുകളൊക്കെ വരുന്നുണ്ട്, ഈ ട്രെയിലറിനെതിരെ. ആ വിഷയത്തിൽ എനിക്ക് ചില പ്രശ്നങ്ങളുണ്ട്. എനിക്ക് വൈകാരികമായി ആ കാര്യത്തിൽ ഇടപെടാൻ തോന്നിയ ഒന്ന് രണ്ട് സന്ദർഭങ്ങളുണ്ടായി. കാരണം എല്ലാവരും അത് പൊറോട്ട കേന്ദ്രീകൃത ആക്രമണമാണ് നടത്തുന്നത് എന്നുള്ളത് എനിക്ക് ഭയങ്കര പ്രശ്നം. കാരണം എനിക്ക് പൊറോട്ടയും ബീഫും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ ഒരു പൊറോട്ടയും കുറച്ച് ബീഫും കഴിക്കാനേ പറ്റൂ. രണ്ടാമതൊരു പൊറോട്ട കഴിക്കാൻ എനിക്ക് പറ്റില്ല. കാരണം ആ ബീഫ് കഴിക്കാൻ പൊറോട്ട അതിൻ്റെ കൂടെ ഒരു കോമ്പിനേഷനായി എനിക്ക് തോന്നിയിട്ടേ ഇല്ല. അതേസമയം പുട്ടിൻ്റെ കൂടെ പണ്ടൊക്കെ എറണാകുളത്തുള്ള ഈ തട്ടുകടകളിലെല്ലാം പുട്ടിൻ്റെ കൂടെ ബീഫ് കിട്ടുന്ന തട്ടുകടകൾ ധാരാളമുണ്ട്. ഈ വൈറ്റില ജംഗ്ഷനൊക്കെ നിറച്ച് പുട്ടുകടകൾ ഉണ്ടായിരുന്ന അങ്ങനെയുള്ളൊരു സമയമുണ്ട്. ആ ഭയങ്കര രുചികരമാണത്. അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കപ്പയുടെ കൂടെ, ഞങ്ങൾ കുടിയേറ്റക്കാരായതുകൊണ്ട് ആ മേഖലയിൽ നിന്ന് വരുന്നവരായതുകൊണ്ട് കപ്പയും ബീഫും അതുപോലൊരു കോമ്പിനേഷൻ വേറെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് മലയാളി ഒറ്റയടിക്ക് ഈ പൊറോട്ടയെ വെച്ച് പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നതിലുള്ള ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്താൻ കൂടി ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. ഇപ്പോൾ ബീഫിൻ്റെ കാര്യം ഇങ്ങനെ ചർച്ചയാക്കുന്നതുകൊണ്ട് ഈ അയാളുടെ പേര് ഈ സുദീപ് തോസനൊക്കെ ഇങ്ങനെ ചർച്ചയാക്കാനുള്ള പ്രശ്നം വെച്ചാൽ കേരളത്തിലെ BJPയുടെ ഒരു സംസ്ഥാന അധ്യക്ഷന് അദ്ദേഹത്തിൻ്റെ ഇരട്ട പേര് കിട്ടാൻ കാരണമായത് ഈ ബീഫാണ്. ഈ ബീഫ് ചർച്ച ഉണ്ടാക്കിയിട്ടാണ്. ഞാൻ ബീഫല്ല മറ്റൊരു സാധനമാണ് കഴിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു പ്രധാനപ്പെട്ട നേതാവ്, നമ്മുടെ സുഹൃത്താണ്, BJP എന്ന് പറയുന്ന രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ കേരളം പോലത്തെ ഒരു പ്രധാനപ്പെട്ട സംസ്ഥാനത്തിലെ അധ്യക്ഷന് പേര് കിട്ടാൻ പോലും കാരണമായത് ഈ വെറുതെ അനാവശ്യമായിട്ട് ഈ ബീഫ് ചർച്ച ഉയർത്തിവിട്ടിട്ടാണ്. ബീഫ് യഥാർത്ഥത്തിൽ ഇതിനകത്ത് ആ സീന് കൊണ്ടുവരണ്ടായിരുന്നു എന്നൊരു ഉപദേശം അദ്ദേഹത്തിന് ആരും കൊടുത്തില്ല എന്നുള്ളതാണ്. ഇതിനകത്ത് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഈ കിട്ടാത്ത മുന്തിരി പുളിക്കും എന്ന നമ്മുടെ നാട്ടിലൊരു സംഗതിയുള്ളൂ. അതാണ് എൻ്റെ കാര്യം. ഈ കുറുക്കൻ പോകുമ്പോൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ നല്ല മുന്തിരി ഇങ്ങനെ തൂങ്ങി കിടക്കുന്നു. അപ്പോൾ മൂപ്പരും ചാടി നോക്കി, കിട്ടിയില്ല. കുറച്ചുകൂടെ ഉയരത്തിൽ ചാടി, കിട്ടിയില്ല. കുറച്ച് ഉയരത്തിലാണ്. മൂന്നാമതും നാലാമതും അഞ്ചാമതും ചാടി ക്ഷീണിച്ചപ്പോൾ കുറുക്കൻ പറഞ്ഞു, ഈ മുന്തിരി കൊള്ളില്ല, ഭയങ്കര പുളിപ്പാണ്, അതുകൊണ്ട് ഇയാൾ പോയി. എന്നുവെച്ചാൽ ചാടി നോക്കിയിട്ട് കിട്ടാണ്ടായപ്പോൾ അത് കിട്ടാത്ത മുന്തിരി പുളിപ്പാണ്, മധുരം ഉണ്ടോ നോക്കാൻ അങ്ങ് പോയി. ഇവർ ഈ ഹിന്ദുത്വ രാഷ്ട്രീയം എന്ന് പറയുന്ന ആളുകൾ പരമാവധി ശ്രമിച്ചു നോക്കി കേരളത്തെ പിടിക്കാൻ. അവർ 100 കൊല്ലം എടുത്തിട്ട് അസംഭവ്യം എന്ന് കരുതുന്ന വിധത്തിൽ ഇന്ത്യ ആകെപ്പാടെ ഭരിച്ചു. 2016 തൊട്ട് 10 വർഷമായിട്ട് ഭരിക്കുകയാണ്. പല സംസ്ഥാനങ്ങളും പിടിച്ചു. രാഷ്ട്രീയമായിട്ടും ആശയപരമായിട്ടും BJPയുടെ അല്ലെങ്കിൽ ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ കയ്യിലേക്ക് വന്നു. കേരളം അവർക്ക് കിട്ടുന്നേയില്ല. കിട്ടാണ്ടായാൽ പിന്നെ കേരളം പുളിക്കുന്നൊരു സ്ഥലമാണ്. കേരള സ്റ്റോറി എന്ന് വെച്ചാൽ കേരളം മഹാവൃത്തികെട്ട സ്ഥലമാണ്, കുഴപ്പമാണ്, അവിടെ ആകെപ്പാടെ കുഴപ്പമാണ് എന്ന് സ്ഥാപിക്കാനാണ് ശ്രമിക്കുന്നത്. ഇത്രയും സിമ്പിളായിട്ടാണ് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഇതിനകത്ത് ഭയങ്കര കോമഡി ആയിട്ടുള്ളത് സെൻസർ ബോർഡിൻ്റെ ഒരു നിലയാണ്. സെൻസർ ബോർഡ് ഇങ്ങനെ മറുപടി കൊടുക്കുക. അതായത് സിനിമാറ്റോഗ്രാഫ് ആക്ട് 1952 ഇത് പ്രകാരമാണ് CBFC സെൻസർ ബോർഡിൻ്റെ ഈ ബോർഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത്, സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ. നമുക്കെല്ലാവർക്കും അറിയാം. ഈ നിയമപ്രകാരം മതം, ജാതി, ഭാഷ, പ്രദേശം തുടങ്ങിയ അടിസ്ഥാനങ്ങളിൽ വൈരവും വിദ്വേഷവും പ്രോത്സാഹിപ്പിക്കുന്ന ഉള്ളടക്കം അനുവദിക്കരുത് നിയമപരമായിട്ടുണ്ട്.
IPC പ്രകാരം സെക്ഷൻ ഇതിപ്പം BNS വന്നപ്പോഴും ഭാരതീയ ന്യായ സംഹിത വന്നപ്പോഴും ഇതിങ്ങനെ തന്നെയാണ്. സെക്ഷൻ 153A മതം, ജാതി മുതലായവയുടെ അടിസ്ഥാനത്തിൽ ശത്രുത വളർത്തൽ. സെക്ഷൻ 295A മതവിശ്വാസം വ്രണപ്പെടുത്താനുള്ള ബോധപൂർവമായ ശ്രമം. ഇതൊക്കെ കുറ്റകരമാണ്. അപ്പോൾ ഇതിനകത്ത് എന്താ നടക്കുന്നത്? ഇതിനകത്ത് മതവിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നതും മതം, ജാതി മുതലായവയുടെ അടിസ്ഥാനത്തിൽ ശത്രുത വളർത്തലും ആണ്. എന്ന് വെച്ചാൽ 153A സെക്ഷൻ 295A സെക്ഷൻ വിഭാഗം പ്രകാരം ഇത് കുറ്റകരമാണ്. രാജ്യത്തെ നിയമപ്രകാരം കുറ്റകരമാണ് ഈ ചെയ്യുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പോൾ മുസ്ലിം പേരുള്ള വില്ലന്മാർ സിനിമകളിലെമ്പാടും ഉണ്ടായിട്ടുണ്ട്, ഹിന്ദു പേരുള്ള വില്ലന്മാരും ഉണ്ടായിട്ടുണ്ട്. അത് വില്ലന്മാരിൽ ഏതെങ്കിലും മതത്തിലാണല്ലോ ഉണ്ടാവുക. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് സ്വാഭാവികമാണ്, നോർമലാണ്. മുസ്ലിം പേരുള്ള വില്ലന്മാരുണ്ടാകുന്നത് നോർമലല്ല. പക്ഷേ മുസ്ലിം ആയതുകൊണ്ടാണ് ഇയാൾ വില്ലൻ എന്നത് വരുന്നത് നിശ്ചയമായിട്ടും നിയമലംഘനമാണ്. ഏത് നിലക്ക് നോക്കിയാലും നിയമലംഘനമാണ് ഇതിനകത്ത് വരും. അതായത് ഞാൻ മുസ്ലിമാണ്, അതുകൊണ്ട് തന്നെ അയാൾ വില്ലനാകാൻ അർഹനാണ് എന്നതാണ് ഈ സിനിമ രണ്ടും പറയുന്നത്. കാരണം എന്തിനാണ് ഈ പറയുന്ന ഒരാൾക്ക് ഇഷ്ടമല്ലാത്ത ഫുഡ് എന്ന് പറഞ്ഞിട്ട് ഉള്ളിലേക്ക് തള്ളിക്കയറ്റുന്നത്? ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യുന്നതായിട്ട് കാണിക്കുന്നത് എന്തിനാണ്? വല്ലാതെ ഒരു പെൺകുട്ടിയെ തല്ലുന്നത് കാണിക്കുന്നത് എങ്ങനെയാണ്? ഈ തല്ലുന്നത് മുഴുവൻ ഈ ചെയ്യുന്ന ആൾ വില്ലൻ, സിനിമയിലെ വില്ലൻ എന്ന് പറയുന്ന ആൾ ഈ പറയുന്ന മുസ്ലിമാണ്. മുസ്ലിമായ വില്ലൻ എന്ന നിസ്സംഗമാരിയല്ല, അയാൾ മുസ്ലിം ആയതുകൊണ്ടാണ് വില്ലനായത് എന്ന് പറയുകയാണ് സിനിമ. അപ്പോൾ CBFC ഈ പറയുന്ന പ്രകടമായിട്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള ഈ വകുപ്പുകൾ അവിടെ ഉണ്ടായിരിക്കെ CBFC സെൻസർ സർട്ടിഫിക്കറ്റ് കൊടുത്തു. നിയമം ഭരിക്കുന്ന രാജ്യമായിരുന്നു ഇതെങ്കിൽ, നിയമം പാലിക്കാൻ ബാധ്യസ്ഥരാണ് തങ്ങളെന്ന് കരുതുന്ന ഒരു ഭരണാധികാരികളാണ് ഈ രാജ്യത്തുണ്ടായിരുന്നെങ്കിൽ ഈ സിനിമ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. വളരെ പ്രകടമായ ഒരു കണ്ണടയും വെക്കാതെ വളരെ കൂളായിട്ടുള്ള കണ്ണുകൾ കൊണ്ട് നോക്കിയാൽ ഇത് മനസ്സിലാക്കേണ്ടതാണ്. പിന്നെ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇപ്പോൾ അധികം രാഷ്ട്രീയ പ്രസ്താവന നടത്തില്ല. അതുകൊണ്ട് BJP-കാരോട് നമ്മൾ ചോദിക്കാനും പറയാനും പോകേണ്ട കാര്യമില്ല, അവർക്ക് എന്താണ് നിലപാട് എന്ന്. പക്ഷേ മറ്റൊരു കാര്യമുള്ളത്, സിനിമാക്കാരും ഇക്കാര്യത്തെക്കുറിച്ച് മിണ്ടുന്നേയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഓർമ്മയുണ്ട്, പണ്ട് കണ്ണൂരിൽ ബോംബ് സ്ഫോടനങ്ങൾ നിരന്തരമായിട്ടുണ്ടായിട്ട് രാഷ്ട്രീയ ആക്രമണം ഉണ്ടാകുമ്പോൾ ഈ സിനിമാക്കാർ മുഴുവൻ, മോഹൻലാൽ, മമ്മൂട്ടി അടക്കമുള്ള ആളുകളോട് നിരാഹാരം ഇരുന്നിട്ടുണ്ട്. ഇവിടെ കേരളത്തെ ഇങ്ങനെ അപമാനിക്കുന്ന സമയത്ത് എന്തുകൊണ്ട് ഇവരൊരു അക്ഷരം മിണ്ടുന്നില്ല? മോഹൻലാൽ അക്ഷരം മിണ്ടുന്നില്ല, മമ്മൂട്ടി അക്ഷരം മിണ്ടുന്നില്ല, എന്തുകൊണ്ട് മിണ്ടുന്നില്ല എന്നൊരു ചോദ്യം എനിക്കുണ്ട്. പക്ഷേ താപ്സി പന്നു അതിൻ്റെ ഉദാഹരണം നമുക്ക് കാണിച്ചു തന്നുകൊണ്ട്, തെളിവ് നമുക്ക് കാണിച്ചു തന്നുകൊണ്ട് ഞാൻ അവരോട് ചോദിക്കുന്നില്ല, നമുക്ക് എല്ലാവർക്കും മനസ്സിലാണ്ട്, അതുകൊണ്ട് മിണ്ടണ്ട നിങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. കേരള സ്റ്റോറി ആദ്യ ഭാഗത്തിലും ഇപ്പോൾ രണ്ടാം ഭാഗത്തിലും ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്ന കേരളം എന്തായാലും നമ്മുടെ കേരളമല്ല. മലയാളികൾക്കോ കേരളത്തിൽ ഒരു തവണയെങ്കിലും വന്നവർക്കോ എന്തിന് കേരളത്തെക്കുറിച്ച് വായിച്ചവരിൽ പോലും ഈ ട്രെയിലർ അവശേഷിപ്പിക്കുന്ന ചോദ്യം ഇതേത് കേരളം എന്നത് തന്നെയാകും. ഐ ആം ശാലിനി ഉണ്ണികൃഷ്ണൻ ഫ്രം തിരുവനന്തപുരം എന്ന ഡയലോഗുമായെത്തിയ കേരള സ്റ്റോറി ആദ്യ ഭാഗത്തിലെ നായികയും കൂട്ടരും തുറന്നുവിട്ട വിദ്വേഷം നമ്മൾ കണ്ടതാണ്. ലവ് ജിഹാദും ISIS റിക്രൂട്ട്മെൻറ്റും തുടങ്ങി മുസ്ലിങ്ങൾക്കെതിരെ പച്ചക്ക് വർഗീയത വിളമ്പിയതിന് കിട്ടിയത് ദേശീയ അംഗീകാരമാണ്. അതിലും വലിയ വിദ്വേഷ വർഗീയ പ്രചാരണമാണ് സമൂഹത്തിലെ കുത്തിവെക്കാൻ പോകുന്നതെന്ന് കേരള സ്റ്റോറി 2 ട്രെയിലറിൽ നിന്ന് തന്നെ വ്യക്തമാണ്. കേരളത്തിൻ്റെ മതേതര മനസ്സിൽ വിഷം കലർത്തുക എന്നത് തന്നെയാണ് അതിൻ്റെ ഉദ്ദേശ്യം. ബീഫ് പൊറോട്ട ട്രോളുകളിലൂടെ ഭൂരിഭാഗം മലയാളികളും അതിനെ പരിഹസിച്ചാലും കേരളീയരുമല്ലാത്തവരുമായി ചിലരിലെങ്കിലും വിദ്വേഷം കുത്തിനിറക്കാനാകുമെന്ന് ഈ പ്രോപ്പഗണ്ട ചിത്രത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്കറിയാം. യാതൊരു സെൻസർ കട്ടുകളും ഇല്ലാതെ എത്തുന്ന ഇത്തരം സിനിമകൾ ദേശീയ പുരസ്കാരത്തിലൂടെ തന്നെ അംഗീകരിക്കപ്പെടുകയും ചെയ്യും എന്നതാണ് ആശ്ചര്യകരം.